നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി ഇതുവരെ തീരുമാനമായില്ല. ഇവിടുന്ന് രണ്ട് നേതാക്കന്മാരെ ഡൽഹിക്ക് വിട്ടിട്ടുണ്ട്. കെ മുരളീധരനും കെ സുധാകരനും. ഇവരവിടെ ചെല്ലുമ്പോഴെങ്കിലും വല്ല തീരുമാനമാവും. ഞാനൊരു കാര്യം പറയാം. ഇവരെയൊക്കെ വിളിക്കുന്നതിനോട് പുതിയ തീരുമാനം എടുക്കാൻ വേണ്ടിയൊന്നുമല്ല. തീരുമാനങ്ങൾ അവിടെ ആ രണ്ടോ മൂന്നോ പേരെടുക്കും. ആ തീരുമാനങ്ങൾ അവരെ ഒന്നുകിൽ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ തീരുമാനങ്ങളുടെ ഫോർമുല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്കത് 2 ദിവസം കൂടെ സമയം വേണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യണം. കുറച്ചുകൂടെ ഈ ആളുകൾക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കണമല്ലോ. ഇപ്പം ചില നിർദ്ദേശങ്ങൾ ഒരു പക്ഷേ ഇവരുടെയൊക്കെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ സമയം കൊടുക്കണം. മാനസികമായി അവർക്ക് തയ്യാറെടുക്കാനുണ്ട്. അപ്പൊ ആ സമയത്തിനുള്ളിലുള്ള ഒരു ജഗബോഹയാണ് ഈ പുതിയ ഈ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്യുന്നത്. അല്ലാതെ ഇനിയിപ്പം അങ്ങോട്ട് മുരളീധരനെയോ കെ സുധാകരനെയോ അല്ലെങ്കിൽ എം ഹസനെയോ ഡൽഹിക്ക് വിളിച്ചിട്ട് എന്തോ ചർച്ച ചെയ്യാനായിട്ടാ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരോട് ചെല്ലും, ഇവരോടൊക്കെ വീണ്ടും ഒന്ന് ചോദിക്കും, അവരൊക്കെ പഴയ ഉത്തരങ്ങളൊക്കെ വീണ്ടും കൊടുക്കും. പക്ഷെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളോടും ഹൈക്കമാൻഡിന് അറിയാം. എന്താണ് ഹൈക്കമാൻഡ് അറിയാം? ബാക്കി എന്തെങ്കിലും ഉണ്ടോ? പറ. അവർക്കെല്ലാം അറിയാം. അപ്പൊ ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത് വേറെ ഒന്നാണ്. അണികളെ ഒന്ന് ശാന്തരാക്കുക. അതെ, അവരെ ഒന്ന് ഇപ്പൊ ആദ്യത്തെ ആ ഒരു കെട്ടടങ്ങി. അത് ഹൈക്കമാൻഡ് വടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടടങ്ങി. ഇപ്പൊ തന്നെ ഒന്ന് അവർ 3 പേരെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കി വെച്ച ആ പ്രചരണങ്ങളും ബോർഡുകളും അവർ 3 പേരോട് ഒരുമിച്ച് നിന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഇവരാണെന്ന് തോന്നുന്നു, മറ്റേ നിരീക്ഷക അവരെ ഉൾപ്പെടെ നിന്നിട്ട് അത് പറഞ്ഞു, മീഡിയയുടെ മുന്നിൽ പറഞ്ഞു. എല്ലാവരും അത് മാറ്റി. പിന്നെ സതീശന്റെ PR വർക്കും സതീശന് വേണ്ടിയായിരുന്നു ഇവിടെ മുഴുവൻ. നമ്മൾ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ മുന്നിൽ നിന്നത് സതീശന് വേണ്ടിയായിരുന്നു. മുന്നിൽ എന്ന് പറഞ്ഞാൽ ഏറെ ഉയർന്നു. അപ്പം ആ ഗ്രാഫ്. പക്ഷെ അതിനുശേഷം പലരുടെ ഒരു തള്ളിക്കയറ്റം വന്നു. KC വേണുഗോപാൽ, പക്ഷെ രമേശ് ചെന്നിത്തല ഇതൊക്കെ പുറകെ പോയി. KC വേണുഗോപാൽ വരണം, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ MLA-മാരും. അതിലേക്കല്ല ഗ്രാഫല്ല ഉയർന്നത്, സമ്മർദ്ദമാണ് സമ്മർദ്ദം. ഓക്കെ, സമ്മർദ്ദം. ഗ്രാഫ് വേണ്ട, സമ്മർദ്ദം ആയിക്കോട്ടെ. അപ്പൊ ഈ സമ്മർദ്ദം വന്നപ്പോഴത്തേന് KC വേണുഗോപാലിനെ തൊട്ട് പുറകെ വന്നു. ഇപ്പം KC വേണുഗോപാൽ മുന്നിലെത്തി, സതീശന്റെ താന്നു. സതീശന്റെ ഹൈക്കമാൻഡ് എടുത്ത നിലപാടാണ് ഈ പറഞ്ഞത്. ജനവികാരമൊന്നുമല്ല. ഹൈക്കമാൻഡ് ഒരിക്കലും പറഞ്ഞില്ല സതീശനാണെന്ന് ഹൈക്കമാൻഡ് സൂചന നൽകിയില്ല. VD സതീശനാണെന്ന് സൂചന ആരുടെയും പേര് പറഞ്ഞില്ല. പക്ഷേ ആ മൗനം, കാരണം KC വേണുഗോപാൽ എന്ന് പറയുന്ന പ്രശ്നം ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആണ് വൈകുന്നത്. KC വേണുഗോപാൽ പിൻവാങ്ങിയിരുന്നെങ്കിൽ പെട്ടെന്ന് തീരുമാനം വന്നേനെ. അപ്പൊ അതിന്റെ അർത്ഥം നൽകുന്ന KC വേണുഗോപാൽ കൊണ്ട് ഉറച്ചു നിൽക്കുന്നു. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ KC വേണുഗോപാലിന് തന്നെ സാധ്യത വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതല്ല. KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ഒരു ഫോർമുല വേണമല്ലോ. ഇതിനകത്ത് ഈ 3 പേരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മന്ത്രിസഭ എങ്ങനെ ഉണ്ടാവും? ആർക്ക് എന്ത് സ്ഥാനം? എന്താ ബെന്നിക്ക് എന്ത് തോന്നുന്നു? എന്താണ് ഫോർമുല? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല പിന്നെയും ചിലപ്പം മന്ത്രിസഭയിൽ കയറിയേക്കും. പക്ഷെ സതീശനെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സതീശൻ അത് പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇതുപോലെയായിരുന്നു. സതീശനെ മന്ത്രിയാക്കാന്നൊക്കെ പറഞ്ഞപ്പോ ആക്കിയില്ല. അതുപോലെ സതീശൻ അതിന്റെ ഒരു രോഷവും സങ്കടവും സതീശന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പല ഇന്റർവ്യൂലും അത് പറയുന്നുണ്ട്. അപ്പൊ ആദമേ നീ എവിടെ പോയി? ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല? അതിന് കൃത്യമായ മറുപടി പുള്ളി കൊടുത്തിട്ടുണ്ട്. അതൊന്നും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ ചോദ്യം എന്താന്ന് വെച്ചാല് സതീശിനെ എങ്ങനെ അക്കോമഡേറ്റ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. രമേശിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം? രമേശിനെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ കേട്ടെടുത്തോളം രമേശ് ചെന്നിത്തലയെ എന്തായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആക്കത്തില്ല എന്നുള്ളൊരു പറയാൻ പറ്റത്തില്ല. എന്നാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇപ്പൊ നിൽക്കുന്ന രണ്ട് ധ്രുവങ്ങളിലാണ്. അത് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. ഒന്ന് KC, ഒന്ന് VD. ഈ VD KC ഇതാണ് 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ആവത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് തിരിച്ചൊരു കാര്യം പറയട്ടെ. ഇപ്പോ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരു തീരുമാനം ശക്തമായിട്ട് ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. ഉണ്ടല്ലോ, നിൽക്കട്ടെ. അതിന്റെ കൂടെ ഒരു ചോദ്യം. KC വേണുഗോപാലിനെ
മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനമാണ് വരുന്നതെന്ന് കരുതുക. കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനിക്കുന്നു. ആ തീരുമാനം എടുത്തു കഴിയുമ്പോൾ അവർ ചിന്തിക്കേണ്ട പിന്നെ എന്താണ്, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ പ്രതികരണം. അപ്പൊ അവർക്കറിയാം, ഇപ്പൊ ഹൈക്കമാൻഡ് എല്ലാ ചിത്രവും ഹൈക്കമാൻഡിന്റെ കയ്യിലുണ്ട്, ഇതിനകത്തൊന്നും ഇനിയിപ്പം ആരുടെയും ഒന്നും വേണ്ട. അപ്പൊ ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നത് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാക്കാം. പക്ഷേ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ള അനൗൺസ്മെന്റ് വരുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങളെല്ലാം നിരാശയിലാണ്. യാതൊരു സംശയമില്ല കാര്യത്തില്. കെ സി വേണുഗോപാലിനോട് വ്യക്തിവിരോധമൊന്നും അല്ലത്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ജനവികാരം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇവിടെ രണ്ടുപേര് 61 പേര് ജയിച്ചിട്ടുണ്ട്, എന്തിനാണ് രാജിവെച്ചിട്ട് MP സ്ഥാനം രാജിവെച്ചിട്ട് വരികയും 2 തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട ആവശ്യം എന്താണ് എന്നുള്ളത് ശക്തമായ ഒരു വികാരമാണ്. അതിലുപരി വേറൊരു വികാരം കൂടെ ഉണ്ട്. താഴെത്തട്ടിലുള്ള ഒരു വികാരം അതല്ല. താഴെത്തട്ടിലുള്ള ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഈ 62 പേരെ അല്ലെങ്കിൽ 102 പേരെ വിജയിപ്പിച്ചു വിട്ടതെന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കും അവരുടെ ധാർഷ്ട്യത്തിനും എതിരായി അവർ ചെയ്താണ്. അതിന് ഇതോടെ കൂട്ടി കഴിക്കാൻ പറ്റും. പിന്നെ അതിന്റെ ഒരു അതിനൊരു റിലീഫ്, അതിനൊരു പരിഹാരം അത് VD സതീശൻ വന്നാൽ ഉണ്ടാകും. അതെ, അല്ല ഞാൻ പറഞ്ഞത് രണ്ടും ഒന്നിച്ച് കൂട്ടി വായിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം കെ സി വേണുഗോപാൽ വരുന്നതിനോട് നമുക്ക് പേഴ്സണലായിട്ട് യാതൊരു വിരോധം ഉണ്ടായിട്ടില്ല, നല്ല കാര്യമാണ് വരട്ടെ. പക്ഷെ കെ സി വേണുഗോപാൽ വന്നാൽ അത് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു കാര്യം ഇപ്പൊ ഹൈക്കമാൻഡിന് അറിയാം. ഹൈക്കമാൻഡ് മുല്ല ചിത്രമുണ്ട്, അതിനിപ്പോ ആർക്കും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെയും ഓവർ റൂൾ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് വലിയ തൃപ്തികരമല്ല, പക്ഷെ ഞങ്ങൾക്ക് കെ സി വേണുഗോപാലിനെ അവിടെ നിന്നും മാറ്റേണ്ടതാ, ഒന്നുകിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് അയക്കേണ്ടതല്ലെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്തു നിന്ന് മാറ്റേണ്ടത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ് എന്നുള്ളത് ഞങ്ങൾ അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. എന്ത് കോൺസിക്വൻസ് വന്നാലും കെ സി വേണുഗോപാൽ വിൽ ബി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ പിന്നെ യാതൊരു ഓപ്ഷനും ഇതുമില്ല, എല്ലാവരും അനുസരിക്കുകയുള്ളൂ. അത് നടന്നിരിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ നടന്നാൽ പിന്നെയുള്ള കോൺസിക്വൻസിനെ കുറിച്ച് ഹൈക്കമാൻഡ് ചിന്തിക്കാതിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കോൺസിക്വൻസ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് ഫോർമുല നമ്പർ 1 VD സതീശനെ ഏറ്റവും പ്രധാനപ്പെട്ട VD സതീശനെ മന്ത്രിസഭയിൽ അംഗമാക്കണം. നമ്പർ 2 രമേശ് ചെന്നിത്തല ഉണ്ടാവും. അപ്പൊ VD സതീശൻ രമേശ് ചെന്നിത്തല ഉണ്ടാകുന്നുണ്ട്. രമേശ് ഇസ് സീനിയർ മോസ്റ്റ്. ഈ രമേശ് ചെന്നിത്തലയുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ വേറൊരു പദവിക്ക് ഇല്ലെന്നാ അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം അങ്ങനെ തീരുമാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ചിലപ്പോൾ സമ്മതിക്കും. കാരണം അദ്ദേഹത്തിന് ഇനിയിപ്പോ ഈ അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അവസരമില്ല. അല്ലെ പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വനവാസത്തിന് പോകേണ്ട അവസ്ഥ വരിക. അപ്പൊ അദ്ദേഹം അതിനകത്ത് വഴങ്ങിയെന്ന് കരുതുക. മൂന്നാമത്തെ ചോദ്യം അപ്പൊ പിന്നെ VD സതീശൻ. അപ്പൊ ഇതിനകത്തെ ഹൈറാർക്കിയുടെ പ്രശ്നം വരും. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ നമ്പർ 2 ആര്? അപ്പൊ നമ്പർ 2 നമ്പർ 3. അപ്പൊ സാധാരണ ഇതിൽ ഹോം പിന്നെ രമേശിന് കൊടുത്താൽ രമേശാണ് നമ്പർ 2. ഫൈനാൻസ് സതീശന് കൊടുത്താൽ സതീശൻ നമ്പർ 3 ആയി. അപ്പൊ പിന്നെ സതീശനെ നമ്പർ 2 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനം കൂടെ കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ അത് രമേശ് അംഗീകരിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. മാത്രമല്ല ഞാനീ പറയുന്നതൊക്കെ സതീശന് സ്വീകാര്യമാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പറയുകയായിരുന്നു. ഇത്തരത്തിലുള്ള ചില ഫോർമുലകൾ ഹൈക്കമാൻഡ് ചിലപ്പോൾ മുന്നോട്ട് വയ്ക്കും. ആ ഫോർമുലകളിൽ ഏതാണ് ഏറ്റവും നല്ല ഫോർമുല എന്ന് വെച്ച് അതിനെ 3 പേരെയും കൂടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളോട് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ പറ്റുള്ളൂ. ജനങ്ങളോട് വലിയൊരു വാക്ക് പറഞ്ഞിട്ടാണ് കയറുന്നത്. ചുമ്മാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മുഖ്യമന്ത്രിയായിട്ട് വയ്ക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഞങ്ങൾ മന്ത്രിമാരാക്കും എന്നൊക്കെ പറയാം. ഹൈക്കമാൻഡിന് ഇതൊക്കെ പറയാം, കാരണം വിജയം അവരുടെ കയ്യിലിരിക്കുകയാണല്ലോ. പക്ഷേ ഇത് 5 വർഷത്തേക്കുള്ള വിജയം മാത്രമാണെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ഇവിടെ കേരളമുണ്ട്, അതിനുശേഷം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുണ്ട്. അങ്ങനെ ചുമ്മാ ഹൈക്കമാൻഡിന് അങ്ങോട്ട് തോന്നുന്നത് പറയാനൊന്നും പറ്റത്തില്ല. എല്ലാവരും പറയുന്ന കൊണ്ട് ഹൈക്കമാൻഡ് എല്ലാം തീരുമാനിക്കുന്നത്. ആയിക്കോട്ടെ, ഹൈക്കമാൻഡിനുള്ള പവർ ഉണ്ട്, ഹൈക്കമാൻഡിന്റെ കയ്യിൽ ജനവിധിയുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ അന്വേഷിക്കുന്നത്? MLA-മാരുടെ വികാരത്തിനൊപ്പമാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരമെന്ന് കണ്ടുപിടിക്കാനാണ് ഈ നേതാക്കളെ വിളിക്കുന്നത്. ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. രഹസ്യ സർവേ നടത്തിയതിനിടയ്ക്ക് എന്തോന്ന് രഹസ്യ സർവേ? ഒറ്റ ചോദ്യം, ഈ 63 MLA-മാരെ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം? സാക്ഷാൽ രാഹുൽ ഗാന്ധിക്ക് എത്ര സമയം വേണം? ഞാൻ പറയുന്നു 2-3 മണിക്കൂർ. എന്തിനാ മണിക്കൂർ? അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. ഇത് ഇപ്പൊ പോട്ടെ, ഇവർ വന്ന് ഇവിടുന്ന് വന്ന് പിന്നെ കേന്ദ്ര നിരീക്ഷകരുടെ തീരുമാനങ്ങൾ ശരിയല്ല എന്നാണല്ലോ ഇപ്പോഴത്തെ വാദം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നിട്ട് പെയ്യോട് പറഞ്ഞാൽ മതി, എനിക്ക് അവിടെ പിന്നെ കോൺഗ്രസിന്റെ നിയുക്ത MLA-മാരെല്ലാം ഒന്ന് വിളിച്ചു തരിക എന്ന് പറഞ്ഞാൽ പടപട ഓരോരുത്തരെ കിട്ടും. 63 പേരോട് രാഹുൽ ഗാന്ധി 2 മിനിറ്റ് മതി ചോദിക്കാനായിട്ട്. നിങ്ങൾ ആരെയാണ് പ്രിഫർ ചെയ്യുന്നത്? നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? രണ്ടാമതോടെ ചോദിക്കാൻ കേരളത്തിലെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ 2 കാര്യം ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് തീരുമാനം എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ അറിയാത്തതല്ല പ്രശ്നം, കാര്യങ്ങൾ അറിയാത്തതല്ല പ്രശ്നം. അവർക്ക് കെ സി വേണുഗോപാലിനെ
പിന്നെ തൃപ്തിപ്പെടുത്തണം. KC വേണുഗോപാലിനെ അടിച്ചേൽപ്പിക്കണം. അടിച്ചേൽപ്പിക്കല്ല, തൃപ്തിപ്പെടുത്തണം. എന്ന് വെച്ചാൽ തൃപ്തിപ്പെടുത്താൻ താങ്കൾ പറഞ്ഞതിനെ അടിച്ചേൽപ്പിക്കുക. KC വേണുഗോപാൽ തൃപ്തികരമായ ഒരു തീരുമാനമെന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കലാത്. അപ്പൊ അതിന് ഏറ്റവും അമിക്കബിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്, ഏറ്റവും പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അവരിപ്പോ കണക്ക് കൂട്ടുന്നത്. വളരെ ക്ലിയറാ, ചിത്രം വളരെ ക്ലിയറാ ഈ പറയുന്നത്. പക്ഷെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യണം, മാധ്യമങ്ങൾക്ക് ഈ നേതാക്കൾ അങ്ങോട്ട് പോകുന്നു, അവിടെ ചർച്ച നടന്നു, ഇവിടെ ചർച്ച നടന്നു, ഇതൊന്നും ഒരു ആവശ്യമില്ല. അവിടെ ഇത് കരുതലാമലകം പോലെ എല്ലാം കൃത്യമായിട്ട് ക്ലിയറായി, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഈ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാകും, ഓക്കെ, ഒരു ചർച്ചയുടെ ഒരു സമവായത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തലയും VD സതീശനും, അതിൽ രണ്ടാമനാര്? അതെ, അതൊരു ചോദ്യം. അപ്പം ഞാൻ കേട്ടത് ഈ ചോദ്യം ഞാൻ എന്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ പലരോടും സംസാരിച്ചു, എന്നോട് പലരോടും പറഞ്ഞത് ചെന്നിത്തലയ്ക്ക് ഇനി വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ ചെന്നിത്തലയ്ക്ക് നല്ല ആർക്കും വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അല്ല, VD സതീശന് ഓപ്ഷൻ ഉണ്ട്. അല്ല, അത് വേറെ, ചെന്നിത്തലയ്ക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പാർട്ടി വിട്ടുപോകുന്ന ഓപ്ഷൻ ഒന്നുമില്ല. അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പാർട്ടി വിട്ടുപോകുന്ന ഓപ്ഷൻ ഇല്ല? നോട്ട് ഇൻ യുവർ മൈൻഡ്. ഇതിപ്പോ അല്ല, അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യമില്ല. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നു ഇതുവരെ പാർട്ടി വിട്ട് നമ്മള് കോൺഗ്രസ്സുകാരൊന്നും അല്ല അങ്ങനെ ഇരുന്ന് പറയാനായിട്ട്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ അഭിപ്രായം എന്നാലും നാളെ പാർട്ടി വിട്ടുപോയി, ഇവരാരെങ്കിലും പാർട്ടി വിട്ടുപോയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും നമ്മള് ഒരു ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? പാർട്ടി വിട്ടോന്ന് പറഞ്ഞാല് ഇവിടെ പറവൂർ പിന്നെ കോൺഗ്രസിന്റെ പിന്നെ ആളുകളോട് പറഞ്ഞ് കോൺഗ്രസിന്റെ ലേബലിൽ നിന്ന് ജയിച്ചിട്ട് VD സതീശന് നാളെ പോയി BJP പാളയത്തിൽ പോയി നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, VD സതീശൻ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തെങ്കിൽ ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഹൈക്കമാൻഡ് ഒരുക്കി കൊടുത്തില്ലെങ്കിൽ VD സതീശൻ ഞങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എനിക്ക് അംഗീകാരം തന്നു, പക്ഷെ എനിക്ക് അതിനുള്ള അവസരം ഹൈക്കമാൻഡ് തന്നില്ല, ഞാൻ ഇറങ്ങി പോകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, അത് നമ്മൾ ആഗ്രഹിക്കുക അങ്ങനെയുള്ള ബുദ്ധി കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ എന്നല്ലാതെ നടക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിന് അങ്ങനെ വന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പാക്കേജ് എന്നുള്ള നിലയിൽ ഇവിടെ ഞാൻ കേട്ടത് ശരിയാവണമെന്നില്ല, ഞാൻ കേട്ട കാര്യമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഭരണപരിഷ്കാര സമിതിയുടെ ചെയർമാൻ, ക്യാബിനറ്റ് റാങ്ക് ആണത്. അതിനകത്ത് പണ്ട് VS അച്യുതാനന്ദനും R ബാലകൃഷ്ണപിള്ളയൊക്കെ ഇരുന്ന ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ്. അപ്പം VS അച്യുതാനന്ദന്റെ അതേ ഗ്രേഡിൽ കോൺഗ്രസിൽ ചെന്നിത്തലയെ കാണുന്നു. അപ്പൊ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി ഇവിടെ കൊടുത്ത് അദ്ദേഹത്തെ അതിന്റെ ചെയർമാനാക്കി ഇരുത്തുന്നു. ഒരു വലിയൊരു, എനിക്ക് തോന്നുന്നു ഓഫീസും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മലമറിക്കുമെന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷെ അതോടൊപ്പം അദ്ദേഹത്തെ കേന്ദ്രത്തില് AICC നല്ലൊരു സ്ഥാനം കൊടുത്ത് ഇപ്പൊ അദ്ദേഹം AICC ഭാരവാഹി അല്ലെന്നാ തോന്നുന്നത്. ക്ഷണിതാവാണ്. ഓക്കെ, വർക്കിംഗ് കമ്മിറ്റി ക്ഷണിതാവാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഒരു ഭാരവാഹിത്വമൊക്കെ കൊടുത്ത് അവിടെയും നല്ലൊരു, അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സംഗതി അവിടെയും കൊടുത്ത് AICC വർക്കിംഗ് കമ്മിറ്റി അവിടെയും കൊടുത്ത് ജനറൽ സെക്രട്ടറി സ്ഥാനം അവിടെയും കൊടുത്ത് പിന്നെ ഇവിടെ ഒരു ക്യാബിനറ്റ് റാങ്കും കൊടുത്താൽ അദ്ദേഹം അങ്ങനെ ഒരു സമവായം പിന്നെ ചർച്ചകൾ നടന്നു. വളരെ എളുപ്പമാണ്. അവിടെ പിന്നെ KC വേണുഗോപാൽ വരുമ്പോഴത്തേക്ക് ആ സ്ഥാനത്തിനും കൊടുത്താൽ മതിയായിരുന്നു. അതിനെന്തായാലും ഒരു മലയാളിയെ അവിടുന്ന് അടുത്ത് വിടാൻ വേണ്ടിയാ അവർ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. അടുത്തൊരു മലയാളി അവിടെ കയറ്റിയിരുത്താൻ. ഓക്കെ, ശരി, നല്ല ഫോർമുലയാണ്. അല്ല, അതിങ്ങനെ അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് പക്ഷേ രമേശ് ചെന്നിത്തല അംഗീകരിക്കുമെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള നല്ലൊരു ഫോർമുലയാണ്. നല്ല ഫോർമുലയാണ്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് അത് നല്ല ഇതായിട്ട് തോന്നി. പിന്നെ VD സതീശന് നമ്പർ 2, പിന്നെ പ്രശ്നമില്ല. ആഭ്യന്തരോ ധനകാര്യോ ഏത് വേണേലും പുള്ളിക്ക് കൊടുക്കും. ആഭ്യന്തരം തന്നെ പുള്ളി എടുത്തോട്ടെ. അല്ല, ധനകാര്യം കൊടുത്തിട്ട് പുള്ളിയെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആക്കിയാൽ മതി. അത് പറ്റത്തില്ല. ഇവിടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്നുള്ള പദവി പറയാൻ പറ്റത്തില്ല. അത് ആ ഒരു പദവി ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ ഇതൊക്കെ വരും. സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇത് പഴയതുപോലെ അല്ല, എന്തും അടിച്ചേൽപ്പിക്കാവുന്ന, ഹൈക്കമാൻഡ് അടിച്ചേൽപ്പിക്കാവുന്ന കാലം പോയി. പണ്ടത് ചെയ്തിട്ടുണ്ട്, ഇന്ന് അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് അവര് ഷൂഡായിട്ട് ഇന്റലിജന്റ് ആയിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നവരിൽ ഇതെല്ലാം നോക്കിയേ പറ്റൂ. അതുകൊണ്ടാണല്ലോ അവരുടെ മൗനം, അവർ പതുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ എടുക്കാൻ അവർക്ക് പേടിയാണ്. ആ പേടി ഇവിടെ ഒന്ന് മയപ്പെടുത്തി എല്ലാരും ഇങ്ങോട്ട് നാട്ടിലോട്ട് വിട്ടു. ചർച്ചയൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞ് നാട്ടിലോട്ട് വിട്ടു. ഇന്ന് രണ്ടുപേരെ വിളിച്ചു. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഈ നമുക്കറിയാമല്ലോ, ഈ ദൂരക്കൂട്ടി മുൻകൂർ ജാമ്യം എടുക്കുമോ? അത് മുൻകൂർ ജാമ്യം എടുത്ത് അവരിങ്ങനെ ഓരോന്നും പതുക്കെ ഇന്നിപ്പോ വൈകിട്ടാകുമ്പോഴത്തേനെ കാറുകയെ വരത്തുള്ളൂ. ഇന്നലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന്
രാഹുൽ ഗാന്ധി ഇന്നലെ അങ്ങ് ചെന്നു. ഇന്ന് കാർഗെ ഇന്ന് വൈകിട്ട് എത്തത്തുള്ളൂ. അങ്ങനെ എത്തുമെന്നറിയില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും എത്തുന്നത്. ചിലപ്പോൾ എത്തത്തുള്ളൂ. അപ്പൊ എത്തി. അപ്പൊ അങ്ങനെ പതുക്കെ എത്തുന്ന ആരെ തണുപ്പിക്കുക. ആദ്യത്തെ ആ ഒരു എന്നാലും ഞാൻ അറിഞ്ഞത് ലേറ്റർ ദാൻ മൺഡേ ആണ് സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നത്. നീ വ്യാഴാഴ്ചക്ക് ഇനിയിപ്പോ 2 ദിവസം ഉള്ളൂ, അല്ലെങ്കിൽ തിങ്കളാഴ്ചക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. തിങ്കളാഴ്ചക്ക് അപ്പുറം പോകാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച തന്നെ വരുമ്പോഴത്തേന് ഡേറ്റ്. അപ്പൊ അതിന് 2 ദിവസം മുമ്പ് 2-3 ദിവസം മുമ്പെങ്കിലും തീരുമാനം പറഞ്ഞു. അപ്പൊ തീരുമാനം നേരത്തെ വന്നെങ്കിലല്ല ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് നടത്താൻ പറ്റും. മന്ത്രിമാരെ തീരുമാനിക്കട്ടെ. നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ തീരുമാനം ഉണ്ടായിരിക്കും. നാളെ ബുധനാഴ്ചക്ക് മുമ്പ്, നാളെ ചൊവ്വാഴ്ച, ബുധനാഴ്ചക്ക് മുമ്പ് നാളെ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് തീരുമാനം വരുമെന്നാ പറഞ്ഞത്. അങ്ങനെ വന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ബാക്കിയുള്ള മന്ത്രിമാരെ തീരുമാനിക്കണം, ഘടകകക്ഷികളുടെ മന്ത്രിമാരെ തീരുമാനിക്കണം. അതിന് കിടക്കുക. അതെ, ഇതാണ് ഇതിനേക്കാളും വലുതാണ് തുടങ്ങാതെ. അതെന്നറിയോ, ഇപ്പൊ ഇത് നീണ്ടു പോകും തോറും അവിടെ ഇതൊക്കെ ആലോചിക്കാനും വഴക്കുണ്ടാക്കാനുള്ള അരങ്ങൊരുങ്ങ. ഇതൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചു പോയതുണ്ടാവില്ല. പിന്നെ കയ്യില് പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്തിലിരിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 2 പേരെ തീരുമാനിച്ചാൽ മതി. മന്ത്രിമാരും വേണ്ട 10-11 പേരെ തീരുമാനിക്കണം. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇവർ നേരത്തെ ഇവരൊക്കെ ആലോചിച്ചങ്ങ് തീരുമാനിച്ചുറപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം. എന്നെ പലരും വിളിച്ചു, നിങ്ങൾ ആ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യമാണെന്ന് പറഞ്ഞ്. ഇവർക്ക് ഈ 3 പേരെയും കൂടെ നേരത്തെ വിളിച്ചിരുത്തി, ഏറ്റവും കുറഞ്ഞത് ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പെങ്കിലും വിളിച്ചിരുത്തിട്ട് അവരോട് ധാരണ ഉണ്ടാക്കണ്ടായിരുന്നു. മോശമായി പോയത്. അത്രയ്ക്ക് പോലും ചിന്തിക്കാനുണ്ട്. ഇലക്ഷൻ നമുക്ക് മനസ്സിലാക്കി, ഇലക്ഷൻ വരെ ഇവരെ തമ്മിൽ ആവേശപൂർവ്വം നിർത്താൻ വേണ്ടി. കാരണം ആരെങ്കിലും ഒരാളാണെന്ന് പറഞ്ഞ മറ്റേ ആൾക്കാർക്ക് ആവേശം നഷ്ടപ്പെടും. അപ്പൊ 3 പേരും പ്രതീക്ഷയെ നിർത്തുക. ഇലക്ഷൻ കഴിഞ്ഞ് ഇതിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പെങ്കിലും ഇവരെ വിളിച്ചിട്ട് സംസാരിക്കണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഷ്ടമായിപ്പോയി. ഈ ജനങ്ങളോട് കാണിച്ച ഒരു വലിയൊരു, അതിന് ഹൈക്കമാൻഡ് ഉത്തരവാദിത്തം ഞാൻ പറയുള്ളൂ. അത് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും ഗുരുതരമായ വീഴ്ചയാണ്. ഇത് സംബന്ധിച്ച് ഒരു അസമവായം നേരത്തെ ഉണ്ടാക്കാതിരുന്നത്. ഞാനത് നമ്മളതെന്ന അഭിപ്രായം പറഞ്ഞതിനെ കുറിച്ച് ഒത്തിരി പേര് എന്നെ വിളിച്ച് മെസ്സേജ് അയച്ചു എന്നോട് പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞ വളരെ സത്യമാണ്. എന്തായാലും ഇനിയും നമുക്ക് ഈ അനിശ്ചിതത്വത്തിൽ ഇതെന്താ കൺഫ്യൂഷൻ നീക്കണമെന്ന് എന്നൊരു പത്രത്തിൽ തലക്കെട്ട് കൊടുത്തിരുന്നത്. കൺഫ്യൂഷൻ നീക്കണമേ എന്ന് ജയറാമുണ്ട് പാടിയതുപോലെ. അതെ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ആ പാട്ടും പാടി കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇരിക്കുകയാണ്. കഷ്ടം തന്നെ. കേരളത്തിൽ മാത്രമാണ്, കേരളത്തിന് പുറത്തെ ലോകം മുഴുവൻ ജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അമേരിക്കയിലൊക്കെ അവരിങ്ങനെ ഫോൺ ചെയ്ത ആദ്യത്തെ ചോദ്യം എന്തായി. രാവിലെ എനിക്കൊരു മെസ്സേജ് ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എന്തായി? ഞാൻ ചോദിച്ചത് രാവിലെ അല്ല, ഞങ്ങളോട് ഉറങ്ങാതിരിക്കുക പോലെ ആയ. ഞാനിപ്പോ ഒരു കല്യാണത്തിന് നിശ്ചയത്തിന് പോയിരുന്നു. അവിടെ അത് കഴിഞ്ഞപ്പോ ഞാൻ ഒരു നേതാവ് ലേറ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ബൈക്കിൽ പോയത്? നേരത്തെ വന്നാൽ ആളുകളോട് ചോദ്യത്തിന് മറുപടി പറഞ്ഞു മടുത്തു പോകും, അതുകൊണ്ടാണെന്ന്. ഈ കോൺഗ്രസ് നേതാക്കൾക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. ഏതായാലും നമുക്ക് കാത്തിരിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതിയെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനൊരു നല്ലൊരു ഫലം ഉണ്ടാവട്ടെ. നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അതല്ലേ നമുക്ക് നടക്കും.